അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രശ്നം എന്താന്ന് വെച്ചാല്, കുട്ടികൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. മുസ്ലിം സമുദായത്തിന്റെ ഇടയില്. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഒരിക്കലും ഏതായിട്ടും ഇതൊരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. കൂടുതലായിട്ടൊന്നും ഇതിൽ സംസാരിക്കാൻ വേണ്ടിയില്ല. 2 വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അൻസാരി സുഹൈർ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇത് എടുത്ത് നമ്മുടെ ചാനലിലൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കൂടുതലായിട്ടൊന്നും ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ വിഷയമോ ഒന്നും തന്നെയില്ല. അതേപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കുറവാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം നമ്മുടെ മുമ്പ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ആൾക്കാർക്കൊക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ വീഡിയോസൊക്കെ നല്ലോണം കുറച്ചിട്ടുണ്ട് വീഡിയോസ് ചെയ്യുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് തുടരും ദിവസങ്ങളിലൊക്കെ ശരിയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചെറുതായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ ഒക്കെ അഭാവം ഉള്ളത് കൊണ്ടാണ് വീഡിയോസൊക്കെ ശരിക്കും അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും വരും ദിവസങ്ങളിൽ ശരിയായി കിട്ടും. നമുക്ക് 2 വീഡിയോസ് കാണാനുണ്ട്. ആ 2 വീഡിയോസും നിങ്ങൾ ശരിക്കും കണ്ടു നോക്കുക. അല്പം ഫണ്ണായാലും കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അൻസാരി സുഹൈർ ഉസ്താദിൻ്റെ വീഡിയോസ് ഞാൻ ചില സമയത്തൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇതുപോലെ വീഡിയോ റിയാക്റ്റൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു പ്രസവം കഴിഞ്ഞ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. ആ സ്ത്രീക്ക് അവരുടെ ജോലി ഉണ്ടാവും, അതിനകത്ത് പോകാനുള്ള അവസരം കൊടുക്കുന്നു. അപ്പോൾ അവരൊരു 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ അടുത്ത പ്രസവത്തിന് പോകുക. പക്ഷേ നമ്മൾ ഈ 10 വർഷം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ 2 വർഷം കൂടുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായി? നമ്മൾ 10 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 4 പേർ കൂടി 4 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 20 കുട്ടികളും നമുക്ക് അപ്പോഴും 4 കുട്ടികൾ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈ പെറ്റ് കൂട്ടുക, പന്നി പറഞ്ഞ പോലെ പേറാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, നിനക്കൊന്നും കഴിവില്ലാത്തോണ്ടല്ല, നിനക്കൊന്നും പറ്റാത്തോണ്ടല്ല. നിനക്കൊക്കെ മറുപടി അങ്ങനെ ത്രേസ്യാമ്മ ചേർത്തി പറഞ്ഞു തരും. ത്രേസ്യാമ്മ ചേർത്തി അമ്മയ്ക്ക് എത്ര മക്കളാ? 15 പിള്ളേണ്ടാ. പിന്നെ മാത്തച്ഛൻ, കുര്യൻ, ഫ്രാൻസിസ്, തോമാച്ചൻ, ദേവസ്യാച്ചൻ, മാത്യം, തങ്കച്ചൻ, ടോമി, ലേഡി, കുട്ടിയമ്മ, എലസി, ലിസി, ലൂസി, ജോയി, സാബു. അമ്മച്ചിയെ എന്റെ അടുത്തുണ്ടായിരുന്നേ അമ്മച്ചിയെ, എന്തെങ്കിലും ഉപഹാരം തരുന്നുണ്ട് കണ്ടുപടികളാരും. ഇതൊക്കെയാണ് കഴിവെന്ന് പറഞ്ഞാൽ. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ, എന്തെങ്കിലും പ്രാരാബ്ദം ഉണ്ടാ? ആ 15 മക്കളും അവരുടെ ജീവിതത്തിന് അലങ്കാരമായെന്ന് മാത്രമല്ല, ആ മക്കളെല്ലാം കൂടെ ഈ അമ്മച്ചീനെ ഈ പ്രായത്തിൽ സ്നേഹിച്ച് കൊല്ലുക. എടാ, ഇതാ കഴിവുള്ളവർക്ക് മക്കളുണ്ടാ. എടാ, അതാണ് ജീവിതം. നീയൊക്കെ ഇങ്ങനെ നാട്ടുകാരുടെ ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനിനെ അടുപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പണി ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തുകൊടുക്കുക. നിന്റെയൊക്കെ ജീവിതം ഇങ്ങനെ ഒരു പോക്കായി തീരത്തുള്ളൂ. ഇതല്ല ആ സമയത്ത് അമ്മച്ചിനെ കണ്ട ത്രേസ്യ അമ്മച്ചെടുത്തിയേ. ആ അമ്മച്ചിക്ക് 15 പിള്ളേർ. ആ പേര് പറഞ്ഞിട്ടില്ലേ? ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുടെ പേരല്ലേ ഈ പറഞ്ഞത്? ആ അമ്മച്ചിക്ക് ഒറ്റക്കുള്ള 15 മക്കളുടെ പേരാ പറഞ്ഞത്. അമ്മച്ചിക്ക് ഇനിയും പറയാനുണ്ട്. പറയാൻ പറ്റി അങ്ങോട്ട്. എത്രാമത്തെ വയസ്സിൽ? 20ാമത്തെ വയസ്സിൽ 15 പിള്ളേർ. നീ എത്ര വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞു? നിനക്ക് 10 കൊല്ലം കഴിയുമ്പോൾ 2 പിള്ളേരാണ്. കഴിവുള്ള അമ്മച്ചിക്ക് എത്ര മക്കളാടാ? അവർക്ക് 40-45 വയസ്സായപ്പോഴത്തേക്കും പിള്ളേർ 15 പുറത്ത് വന്ന്. എടാ, ഇതിനാണ് കഴിവെന്ന് പറയാം. കഴിവില്ലെങ്കിൽ പോയി എവിടെ ആറ്റിച്ചാടാ. അല്ല, നീയൊക്കെ ഇപ്പൊ നാട്ടുകാരെ മക്കളുണ്ടാകുന്നവരൊക്കെ പന്നി പറഞ്ഞവർ പറഞ്ഞ എന്ത് കാര്യം? ആ അമ്മച്ചിയുടെ ഓർമ്മശക്തി ഉണ്ടടാ. ഈ ഓർമ്മശക്തി എങ്കിലും നിനക്കുണ്ട്. ഈ ഓർമ്മശക്തി ഈ പ്രായത്തിൽ പ്രസവിച്ചിട്ട് അവരുടെ സൗന്ദര്യത്തിന് വില കുറവുണ്ട്. ഈ പ്രായത്തിൽ അമ്മച്ചിനെ നോക്കി, ആ മുഖത്ത് ആ പ്രസരിപ്പ് നോക്കി, ആ പ്രസന്നത, നിന്റെ അമ്മച്ചിയുടെ മുഖം നോക്കി, ആ മുഖം കാണാൻ തന്നെ വിളിച്ചോണ്ട് എന്തുകൊണ്ടെന്നറിയാം? അവർ മനസ്സിന് സന്തോഷമാണ്. നിന്റെയൊക്കെ മുഖം കണ്ട ഏത് സംഘപരിവാർക്കാർക്കല്ലാത്ത ഏതെങ്കിലും മനുഷ്യർക്ക് നിന്റെയൊക്കെ മുഖം കണ്ട എന്തെങ്കിലും സന്തോഷം വരുവാ? ആ മുഖം കണ്ട ആ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി, 15 പെറ്റ അമ്മച്ചിയുടെ മുഖത്ത് ആ പ്രസരിപ്പുണ്ട്, ആ പ്രസന്നത, ജീവിതത്തിന്റെ സന്തോഷമാണ്. ഇവിടെ കഴിവുള്ളവർക്ക് 15-20 പിള്ളേരുണ്ടാകുന്ന സമയത്ത് ഒരു കഴിവില്ല. 10 വർഷമായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് 2 പിള്ളേരോടും തേങ്ങി കരയല്ലേ? കഴിവുള്ളവർ അവർ കഴിവ് തെളിയിക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താണ് ആവശ്യം? നീ എന്നാ നന്നാകുന്നത്? നിനക്ക് ഒരു കഴിവില്ലെങ്കിൽ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. 25 വയസ്സ് തൊട്ട് റബ്ബർ കിട്ടും. റബ്ബർ ബാൻഡില്ല, അത് വീട്ടിൽ അല്ല. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാം, മിറ്റം നിറയെ പിള്ളേരാകുമ്പോൾ ജീവിതമതാകെ കളറ്. കഴിവുള്ളവർക്ക് പിള്ളേരാകുമ്പോൾ ആരിഫ് ഹുസൈനാകെ പ്രഷർ. എന്തിനാണി തേങ്ങൽ, എന്തിനാണി മോങ്ങൽ? തുറുക്കിലെ ജാമൊന്നു വാങ്ങൂ, തിന്നു. ഇത് കണ്ട് നിന്ന് മനസ്സാകെ കൂമ്പടിച്ചു. ജമാലെ വാങ്ങുമോ, ജമീല തിന്നുമോ? മനസ്സിൻ ഹാജത്ത് ഒന്നരയായിട്ട് നിൽക്കുക. അതിന് മാറ്റം ഉണ്ടാകണം. നേതാക്കന്മാർക്ക് അത് പറ്റണം, ബിഷപ്പുമാർക്ക് പറ്റണം, പാസ്റ്റർമാർക്ക് പറ്റണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം, ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4-5 മക്കളുണ്ടാകണം. ആദ്യത്തെ 1-2 കാരണന്മാര് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ബാക്കിയുള്ളതിന് എല്ലാ ചെലവുകളും സഭാ നേതൃത്വം കൊടുക്കണം. കൊടുത്തേ പറ്റുള്ളൂ. ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ജനം ഫണ്ട് തരും. അവരുടെ ഹോസ്പിറ്റലുകളിൽ ഈ 3-4 ഒക്കെ പ്രസവം വരുമ്പോൾ അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണം. എന്റെ പൊന്നാറച്ചായ, ഇതിനകത്തൊന്നും ബിഷപ്പിന്റെ ആഹ്വാനോ സഭയുടെ സപ്പോർട്ട് ഒന്നും വേണ്ട. സ്ഥിരമായി തിന്നുന്ന ഉണക്കമീനും കപ്പയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതുപോലെ ഈന്തപ്പഴത്തിന്റെ അകത്ത്
ബദാം വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് കഴിക്കുക. അതുപോലെ തന്നെ മാതളനാരങ്ങ, ഇപ്പം മാതളത്തിന് 140 രൂപ ഉള്ളു വില. ഇഷ്ടംപോലെ മുതലുണ്ടല്ലോ, മേടിച്ച് തിന്നുക, വീട്ടിലോട്ട് പോവുക. ഇതൊക്കെ ആവശ്യമുള്ളതേ. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഓർത്ത് ആശങ്കപ്പെടാതിരിക്കുക, മനസ്സെപ്പോഴും ഹാപ്പിയാകുക. വീട്ടിൽ വരുമ്പോൾ ഭാര്യനെയും മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവർക്ക് മക്കളുണ്ടാകുന്ന ആ ഒരു സങ്കടത്തെ നമ്മൾ ജീവിക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും പ്രത്യുൽപാദനത്തിനുള്ള ഒരു ആഗ്രഹം തൊലയൊന്നും വരത്തില്ല. ഇതല്ലേ എന്നെ കണ്ടില്ലേ, അതെ എല്ലാം ഒന്നാം തരം മാതളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈന്തപ്പഴം കണ്ട നല്ല കൂടിയ ഈന്തപ്പഴം, ഉണക്ക ഈന്തപ്പഴം കിട്ടും. അത് ഇന്ന് അനക്കാട് നല്ല ഉണക്കമീൻ തിന്നുന്ന നല്ല കൂടിയ ഈന്തപ്പഴം, മുന്തിയ ഈന്തപ്പഴം. ഈ ലുലുവിലൊക്കെ പോയ 1 കിലോ 2000 വിലയുള്ള ഈന്തപ്പഴം ഉണ്ട്. അതിനകത്ത് ഇതുപോലെ ഒന്നില്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് അല്ലെങ്കിൽ ബദാം പോലുള്ള സാധനം വെച്ചിട്ട് ഒരു സഭയുടെ സപ്പോർട്ടും വേണ്ട, ഒരു ബിഷപ്പിന്റെ ആവശ്യമില്ല. ചാറ. അപ്പൊ എങ്ങനെയാ തുടങ്ങില്ലേ നമ്മള്? ഈ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ ഒരാൾ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു 10 പ്രസവിക്കും, 45, 46 ആകുമ്പോൾ. അങ്ങനെ എത്രയോ 10 പറ്റവരെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഏതായിട്ടും നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടിട്ടുണ്ടാവും. അതേപോലെ ഇത്തരത്തിലുള്ള ചൊറിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ മരുന്ന് കൊടുക്കാൻ അൻസാർ സൂരി ബെസ്റ്റ് ആണെന്നാണ്. പൊതുവേ ഞാനൊക്കെ വീഡിയോസൊക്കെ അൻസാർ സൂരി ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോസ് ശരിക്കും മറുപടി ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ച്. ഓക്കെ, ഇൻഷാ അല്ലാഹ് തുടരെയായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരും പ്രത്യേകിച്ചിട്ട് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യുക എന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.